Hi dear students, integrals എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻസ് 32 and 33 ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32, ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ട് എക്സ് ഡി എക്സ്, ഇതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ടെക്സ്. കോട്ടെക്സിനെ ഞാൻ മാറ്റി എഴുതുന്നു. 1 പ്ലസ് കോട്ടെക്സിന് പകരം നമുക്ക് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്നുള്ള സിമ്പിൾ റിസൾട്ട് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, നമ്മളിവിടെ ഡിനോമിനേറ്ററിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സൈൻ എക്സിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്നാവും. അപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ഏറ്റവും താഴത്തെ നമ്പർ സൈൻ എക്സ്, താഴത്തെ ഫംഗ്ഷൻ സൈൻ എക്സ്, അയാൾ മേലോട്ട് എഴുതുന്നു. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്നാവും. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്നാണ് ഉണ്ടാവുക. അപ്പം ഏറ്റവും താഴെയുള്ള ഫംഗ്ഷൻ നമുക്ക് മേലോട്ട് ന്യൂമറേറ്ററിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ താഴെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഇവിടെ മേലെ സൈൻ എക്സ് മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിന് തൽക്കാലം ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എഴുതാണ്. സൈൻ എക്സ് താഴെയുള്ള അതേപോലെ എഴുതാണ് കേട്ടോ. ന്യൂമറേറ്ററിന് കണക്കാക്കിയിട്ട് എഴുതാണ്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് എഴുതി. വീണ്ടും ഞാൻ എഴുതുന്നത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് എഴുതുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നോക്കൂ, ഈ കോസ് എക്സും മൈനസ് കോസ് എക്സും ക്യാൻസൽ ആവും. പക്ഷേ ഇവിടെ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ആക്ച്വലി 2 സൈൻ എക്സ് എന്ന് വന്നിട്ടുണ്ട്. ആ 2 സൈൻ എക്സിലെ 2 ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 എന്ന് എഴുതി. ഓക്കെ, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ സ്റ്റെപ്പ്. ഡിനോമിനേറ്ററിനെ ഒപ്പിച്ചിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് അതേപോലെ എഴുതി. വീണ്ടും ഒരു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എഴുതി. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കോസ് എക്സും ഈ കോസ് എക്സും ഇവിടെ വെച്ച് ക്യാൻസൽ ആവും. ദിസ് ഈസ് ആക്ച്വലി 2 സൈൻ എക്സ് ആണ്. ആ 2 സൈൻ എക്സിലെ 2 ഇവിടെ ക്യാൻസൽ ആവും. ഡിനോമിനേറ്റർ ഒന്നും ചെയ്തിട്ടില്ല, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ ഏറ്റവും ക്രൂഷ്യലായ സ്റ്റെപ്പ് ഇവിടെ അവസാനിച്ചു. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ശ്രദ്ധിക്കേണ്ടത് 2 ഇൻ്റഗ്രലാക്കി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്നാമത്തെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ, രണ്ടാമത്തത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. അപ്പോൾ ആദ്യത്തെ എഴുതുമ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് 1 ആയിട്ട് മാറും. പിന്നെ പ്ലസ് ആണ്, പ്ലസ് ഇട്ടു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്തതാണ്. ഇവിടെ ബാക്കി നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇവിടെ ഹാഫ് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇനി ശ്രദ്ധിക്കേണ്ടത് 1ൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം. അപ്പോൾ നമ്മൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഇതിൻ്റെ കൂടി റെഡിയാക്കിയിട്ട് എഴുതാം കേട്ടോ. ഇത് രണ്ടാമത്തെ ടേമിൽ നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണോ മേലെ എന്ന് നോക്കുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ് തെറ്റാണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഒരു മൈനസിൻ്റെ ഷോർട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം 1ന് ആസ് ഇറ്റ് ഈസ് 1 തന്നെ എഴുതുന്നു. ബാക്കി ഞാൻ മൈനസിനെ കോമൺ ഫാക്റ്റ് എടുക്കുന്നു കേട്ടോ. 2 ടേമിൽ നിന്ന് മൈനസിനെ കോമൺ ഫാക്റ്റ് എടുക്കുന്നു. ബാക്കി ഉണ്ടാവുന്നത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നായിരിക്കും. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഈസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ആ മൈനസിനെ പുറത്തേക്ക് എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനി നോക്കൂ, ഹാഫ് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഡി എക്സ് രണ്ടിനും കൂടെ ഉള്ളതാണ് കേട്ടോ, ഡി എക്സ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ 1ൻ്റെ ആൻസർ നമുക്കറിയാം എക്സ് ആണ്, മൈനസ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്ററിൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഉണ്ട്. ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ചുരുക്കത്തിൽ താഴെയുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത്. അപ്പോൾ ഡയറക്റ്റ് റിസൾട്ട് ഉണ്ട്. ലോഗരിതം ഓഫ് ഡിനോമിനേറ്റർ എന്നാണ്, ലോഗരിതം ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി എന്നാണ് ആൻസർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിസൾട്ട് ഏതാണ്? ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ആൻസർ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്. ഈ റിസൾട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഈ സെക്കൻഡ് പാർട്ടിൽ ഉപയോഗിച്ചത്. കാരണം താഴെയുള്ള ഫംഗ്ഷൻ്റെ കറക്റ്റ് ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. സോ ലോഗരിതം ഓഫ് ഡിനോമിനേറ്റർ, മോഡ് ഡിനോമിനേറ്റർ ആണ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33, ഏകദേശം സെയിം മോഡൽ ചോദ്യം തന്നെയാണ്.
ഇവിടെ ഇൻ്റഗ്രൽ 1/1 മൈനസ് ടാൻ എക്സ് ഡി എക്സ് ആണ് ചോദ്യം. നമുക്ക് തുടങ്ങാം. ദിസ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ 1 ഡിവൈഡഡ് ബൈ ഈ ടാൻ എക്സിന് പകരം ഏറ്റവും സിമ്പിളായ ഡെഫിനിഷൻ സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് എന്ന് എഴുതുന്നു, ഡി എക്സ് എന്ന് എഴുതുന്നു. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയുള്ള ഫംഗ്ഷൻ ന്യൂമറേറ്ററിലേക്ക് ചാടി വരും, കോസ് എക്സ് വരുന്നു. താഴെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ആക്ച്വലി എഴുതേണ്ടത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്നാണ് എഴുതുക. ആ ഡിവൈഡ് ബൈ കോസ് എക്സ് ആണ് ന്യൂമറേറ്ററിലേക്ക് നമ്മൾ മാറ്റി എഴുതിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇൻ്റഗ്രൽ എന്ന് എഴുതിയിട്ട് താഴെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണല്ലോ ഉള്ളത്. അതേപോലെ മേലെ നമ്മൾ എഴുതുന്നു, ന്യൂമറേറ്റർ എഴുതുന്നു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതുന്നു. ഇനി നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ കോസ് എക്സ് പോകാൻ പാടില്ല. അപ്പോൾ കോസ് എക്സ് വീണ്ടും പ്ലസ് എഴുതി കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എഴുതണം. കാരണം സൈൻ എക്സ് ക്യാൻസലായി പോകണം. ഇവിടെ സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇല്ല. കോസ് എക്സ് ഡബിൾ വന്നിട്ടുണ്ട്, പ്രശ്നമില്ല. ആ ഡബിളുള്ള 2നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ നോക്കൂ. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതി, ഡി എക്സ് എന്ന് എഴുതി. ഇവിടെ 2 കോസ് എക്സ്, ഈ സൈൻ എക്സും ക്യാൻസലായി. മൈനസ് സൈൻ എക്സും പ്ലസ് സൈൻ എക്സും ക്യാൻസലായി. പക്ഷേ ഇവിടെ കോസ് എക്സ് പ്ലസ് കോസ് എക്സ് 2 കോസ് എക്സ് എന്നുണ്ട്. ആക്ച്വലി ആ 2യെ നമുക്ക് ഈ 1/2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇനി നമ്മൾ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇൻറ്റു ഈ ഇൻ്റഗ്രേഷന് 2 ഇൻ്റഗ്രൽസ് ആക്കി 2 ടേംസ് ആക്കുകയാണ്. ഫസ്റ്റ് ബ്രാക്കറ്റ് ഒരു ടേമും സെക്കൻഡ് ബ്രാക്കറ്റ് രണ്ടാമത്തെ ടേമും. ഇവിടെ പ്ലസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എഴുതുമ്പോൾ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് അത് 1 തന്നെ ആയിരിക്കും, നേരത്തെ കണ്ടു. പിന്നീട് വരുന്ന ടേം പ്ലസ് ടു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ cos x മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആദ്യത്തെ ഇൻ്റഗ്രൽ നമുക്ക് സുപരിചിതമായ ഇൻ്റഗ്രലാണ്, 1 ആണ്. 1ൻ്റെ ആൻസർ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം കേട്ടോ. ഇവിടേക്ക് നോക്കുക, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്, പക്ഷേ ഇവിടെ പ്ലസ് ആണുള്ളത്. മൈനസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ് ആണ്. ഒരു മൈനസിൻ്റെ ഷോർട്ട് ഇവിടെയും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു മൈനസിനെ ഇവിടെ എഴുതും, മൈനസിനെ പുറത്തേക്ക് ചാടിക്കും. എന്നിട്ട് ഇതിനെങ്ങനെ എഴുതും, മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് എഴുതിയാൽ സംഭവം സെറ്റായി. ഇക്വൽ ടു കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഡിനോമിനേറ്റർ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായി നോക്കൂ, ഇത് ആക്ച്വലി ഈ ടേം തന്നെയാണ്. മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് സൈൻ എക്സ്. കണ്ടോ, മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് കോസ് എക്സ്. ഈ ടേമിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, മൈനസിന് കോമൺ ഫാക്ട് എടുത്ത് എഴുതി. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഹാഫ് ഇൻറ്റു ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എഴുതാൻ പോവുകയാണ്. 1ൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം എക്സ് ആണ്, മൈനസ് ഇട്ടു. ഇനി നോക്കൂ, ഡിനോമിനേറ്ററിലേക്ക് ശ്രദ്ധിച്ച് നോക്കൂ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ന്യൂമറേറ്റർ. നോക്കൂ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ്. സോ നേരത്തെ പറഞ്ഞ അതേ റിസൾട്ട്, ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ആണ് ന്യൂമറേറ്റർ. സോ ലോഗ് മോഡ് ഡിനോമിനേറ്റർ എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഈ 2 ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരേ ടെക്നിക്കാണ് ഉപയോഗിച്ചത്. ലോഗ് മോഡ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി ആണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ ഉപയോഗിച്ച റിസൾട്ടും ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റിസൾട്ട്, ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നുള്ള റിസൾട്ടാണ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഇൻ്റഗ്രേഷനിലും ഇവിടെയും നമ്മൾ യൂസ് ചെയ്തത്. ഒരേ ടെക്നിക്കിലാണ് ഈ 2 ചോദ്യങ്ങളും 1/1 പ്ലസ് കോട്ടക്സ് എന്നുള്ള ചോദ്യവും ഈ ചോദ്യവും അതേപോലെ ഈ ചോദ്യവും 2 ചോദ്യവും ഒരേ ടെക്നിക്കിലാണ് ചെയ്തത്, ഒരേ ലോജിക്കിലാണ് വർക്കൗട്ട് ചെയ്തത്. ഫിനിഷിങ്ങിൽ ഒരേ ഫോർമുലയാണ് യൂസ് ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതോടുകൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.